ചേട്ടാ, കേരള രാഷ്ട്രീയത്തിൽ തന്നെ എപ്പോഴും നീറിപ്പോഞ്ഞുകൊണ്ടിരിക്കുന്ന, കേരള രാഷ്ട്രീയമെന്നല്ല ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ എപ്പോഴും നീറിപ്പോഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ശശി തരൂർ. കോൺഗ്രസിൻ്റെ അനിഷേധ്യനായ നേതാവാണ് അദ്ദേഹം. ബി ജെ പിയോട് ഈ അടുത്ത കാലത്തായി പ്രകടിപ്പിച്ചു വരുന്ന ഒരു ചായ്വ്, അദ്ദേഹത്തിൻ്റെ ബി ജെ പി പ്രവേശനം ഏറെ അകലെയല്ല എന്ന ഒരു ധ്വനി രാഷ്ട്രീയ കേരളത്തിലടക്കം നൽകുന്നുണ്ട്. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യത്തിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രചാരണ പരിപാടിയിൽ നിന്നടക്കം വിട്ടുനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ചർച്ചയാവുന്നു. അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ശശി തരൂർ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കിയേക്കും എന്നൊരു അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നു. ഈ വിഷയത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം 23-ാം തീയതി വരികയാണ്. ഈ 23-ാം തീയതി വരുന്ന ഈ റിസൾട്ട് രാഷ്ട്രീയത്തിൽ, ഈ കേരള രാഷ്ട്രീയത്തെ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഏറ്റവും നിർണായകം തരൂരിൻ്റെ കാര്യത്തിലാണ്. 2 വി ഡി സതീശനാണ്, 3 പി വി അൻവറാണ്. ഇവരെ 3 പേരെ മാത്രം നോക്കിയാൽ മതി. ഇവർക്കാണ് ഒരു എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരത്തിനപ്പുറം എൽ ഡി എഫിന് പ്രാധാന്യമല്ല, യു ഡി എഫിന് പ്രാധാന്യമല്ല. ഈ 3 രാഷ്ട്രീയ മനുഷ്യർക്ക്, രാഷ്ട്രീയ മനുഷ്യരെന്ന് പറയാം, അത്തരത്തിലുള്ള 3 പേർക്കാണ് ഇത് വളരെ പ്രധാനം. അതിൽ തന്നെ നോക്കിയാൽ ശശി തരൂർ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം എം പിയെ ആ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പരിസരത്ത് പോലും കോൺഗ്രസ് പാർട്ടി അടുപ്പിച്ചില്ല. ഒരാൾ പോലും അദ്ദേഹത്തെ വിളിച്ചില്ല. ഇപ്പോൾ സണ്ണി ജോസഫ് ആണെങ്കിലും വി ഡി സതീശനാണെങ്കിലും, എന്തിന് അരിയാടൻ ഷൗക്കത്തും തരൂരും തമ്മിൽ നല്ല ബന്ധമാണല്ലോ, അടുത്ത സുഹൃത്തുക്കളാണവർ, നല്ല പരിചയമുള്ള നല്ല ബന്ധമുള്ള ആൾക്കാരാണ് അവർ. എന്നിട്ട് സ്ഥാനാർത്ഥി പോലും അദ്ദേഹത്തെ ക്ഷണിച്ചില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വളരെ പ്രധാനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുകയാണെങ്കിൽ പിന്നെ തരൂരിന് കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിൽ യാതൊരു ഭാവിയുമില്ല. കാരണം അദ്ദേഹമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാം എന്നുള്ളത് കോൺഗ്രസ്സിന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് വെറുതെ ഒന്നുമല്ല. AICC നേതാക്കൾ കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, AICC നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്നത്. വി ഡി സതീശനെ ക്ഷമിക്കണം, ഈ തരൂരിനെ ക്ഷണിക്കാതിരുന്നത്. ഇല്ലെങ്കിൽ ഉറപ്പായും വി ഡി സതീശനാണെങ്കിലും സണ്ണി ജോസഫ് ആണെങ്കിലും ക്ഷണിക്കേണ്ടതാണ് അദ്ദേഹത്തെ. അദ്ദേഹം വളരെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വളരെ സജീവമായി നിന്ന ആളാണ്. UDF ക്യാമ്പയിനുകളിൽ സജീവമായി നിന്ന ആളാണ് തരൂര്. അദ്ദേഹമുള്ള വേദികളിലൊക്കെ തന്നെ ആൾക്കൂട്ടമായിരുന്നു, വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. ആ ആൾക്കൂട്ടം കോൺഗ്രസിൻ്റെ വിജയത്തെ, UDFൻ്റെ വിജയത്തെ അത് പോസിറ്റീവായി ബാധിച്ചിട്ടുണ്ട് എന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആ പരിസരത്ത് പോലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ എതിർപ്പ്, ഇക്കാര്യത്തിലെ ഒരു പരാതി അത് പരസ്യമായി വെളിപ്പെടുത്തുകയും ചെയ്തു. ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ജയിച്ചു പോകാൻ കോൺഗ്രസിന് അവിടെ സാധിച്ചു, UDFന് അവിടെ സാധിച്ചു എന്ന് കാണിച്ചാൽ ശശി തരൂർ പിന്നെ കേരളത്തിൽ പ്രസക്തമല്ല. അദ്ദേഹത്തിൻ്റെ പ്രസക്തി ഇവിടെ കാര്യത്തിൽ ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. പക്ഷെ അങ്ങനെ അവഗണിക്കപ്പെട്ടാൽ ശശി തരൂരിന് BJP എന്ത് നൽകും എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട പദവിയല്ല നൽകുകയുള്ളൂ. BJP അദ്ദേഹത്തിൻ്റെ പിന്നാലെയാണ്. BJPയുടെ റഡാറിൽ തന്നെയുണ്ട്. BJPക്ക് പിടികൊടുക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് തരൂർ. തരൂർ നോക്കുന്നതും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലെ റിസൾട്ടാണ്. ഈ റിസൾട്ട് വരികയാണെങ്കിൽ, ഈ റിസൾട്ടിൽ ഷൗക്കത്ത് ജയിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, തരൂര് പിന്നെ കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രാമുഖ്യം അദ്ദേഹത്തിനില്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഇതില്ല, ഒരു പദവി. കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് എടുത്തു പറഞ്ഞത്, കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ അവഗണിക്കപ്പെട്ടാൽ BJP അദ്ദേഹത്തിന് കാത്തുവെച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാം. അതും ഒരിക്കലും BJP അദ്ദേഹത്തെ കേരളത്തിലിട്ട് പട്ടം കറക്കില്ല. BJP ഇവിടെ നിർത്തില്ല അദ്ദേഹത്തെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. BJPക്ക് കിട്ടുന്ന ഒരാളെ BJPക്ക് ഉപയോഗിക്കാൻ നല്ല രീതിയിൽ അറിയാം ആ പാർട്ടിക്ക്. അവരെവിടെയൊക്കെ നിർത്തില്ല അദ്ദേഹത്തെ, അപ്പോഴേ കൊണ്ടുപോകും ഇവിടുന്ന്. അതായത് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് പിന്നെ ബാധകമല്ല. പക്ഷേ നേരെ തോറ്റാലോ, ഷൗക്കത്ത് തോറ്റാലോ, അദ്ദേഹത്തെ മാറ്റി നിർത്തി. അത് മാത്രമല്ല, ഷൗക്കത്ത് തോറ്റാൽ വി ഡി സതീശൻ്റെ നേതൃപദവി ചോദ്യം ചെയ്യപ്പെടും. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ജയിച്ചു പോകാവുന്ന ഒരു മണ്ഡലം. എനിക്ക് തോന്നുന്നു നിലമ്പൂരിനെ കുറിച്ച് LDF ചിന്തിച്ചിട്ട് പോലുമില്ല. അവർക്കൊരു തെരഞ്ഞെടുപ്പിൽ വരിക, മത്സരിക്കുക, പോവുക എന്നുള്ളൊരു ചിന്തയോ BJPയുടെ ഇതിന് സമാനമായ ഒരു രീതി. വരിക, മത്സരിക്കുക, പോവുക, തോക്കുക, ലക്കി ഡ്രോ, അത്രയേ ഉള്ളൂ. വരുന്നു, നേരെ മത്സരിക്കുന്നു. അൻവർ അവരുടെ കൂടെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഘട്ടമാണ്. അതായത് അൻവർ
ഇടതുപക്ഷത്ത് നിന്ന് മാറി ചിന്തിച്ചപ്പോൾ ഉള്ള ഒരു ഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. CPM ചിന്തിച്ചത് തോറ്റു കഴിഞ്ഞാൽ അവർക്ക് ഒരു കാര്യം പറയാം, അൻവർ അവരുടെ കൂടെയാണല്ലോ എന്ന് പറയാം, ജമാഅത്തെ ഇസ്ലാമി അവരുടെ കൂടെയാണല്ലോ എന്ന് പറയാം. പ്രതിരോധിക്കാൻ നിരവധി ഇഷ്ടംപോലെ ഘടകങ്ങളുണ്ട്. എന്തിനാകുമ്പോൾ ഗോവിന്ദമാഷിനെ വരെ അവർക്ക് ഇട്ടുകൊടുക്കാൻ പറ്റും. ഗോവിന്ദമാഷ് ആ ഘട്ടത്തിൽ RSS ബാന്ധവത്തെക്കുറിച്ച് നേതൃത്വം സെക്രട്ടറി പറഞ്ഞതാണ് പ്രശ്നമെന്ന്, സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ് പ്രശ്നമെന്ന് വരെ അവർക്ക് പാർട്ടിക്ക് ഉള്ളിൽ ചർച്ച ചെയ്യാൻ പറ്റും. അവർക്കിതൊന്നും ഒരു വിഷയമല്ല. അല്ലെങ്കിൽ തന്നെ ഇത് കോൺഗ്രസ് UDF പറ്റിയ മണ്ഡലമാണ്. അൻവർ വരെ കോൺഗ്രസ്സുകാരാണെന്ന് അവർ ചർച്ച ചെയ്യും. അൻവർ ജയിച്ചോ? അൻവർ ഞങ്ങളുടെ സ്വതന്ത്രനായിരുന്നു, പക്ഷേ അയാൾ അടിസ്ഥാനപരമായിട്ടൊരു കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ട് ജയിച്ചു എന്ന് പറയാം. പക്ഷേ അൻവർ ഇവരിൽ നിന്നും അകന്നു, കോൺഗ്രസിൽ നിന്നും അകന്നു. അൻവറിന് അവിടെ ഏറ്റവും വലിയ ആവശ്യം ആര്യാടൻ ഷൗക്കത്ത് തോക്കുക എന്നാണ്. സ്വരാജ് ജയിച്ചാലും ശരി കുഴപ്പമില്ല, ഷൗക്കത്ത് അവിടെ തോക്കണം. CPM-നോട് തന്നെ തിരസ്കരിച്ചതിന് കോൺഗ്രസ് നേതൃത്വത്തിന് ഏറ്റവും വലിയൊരു പ്രഹരം. എങ്കിൽ മാത്രമേ അൻവറിന് അവിടെ രാഷ്ട്രീയമുള്ളൂ, രാഷ്ട്രീയ ഭാവിയുള്ളൂ. അവിടെ ഷൗക്കത്ത് തോറ്റാൽ മാത്രമേ അൻവറിന് രാഷ്ട്രീയ ഭാവിയുള്ളൂ. അൻവറിനെ ഒരിക്കലും CPM-നെ സ്വീകരിക്കില്ല. CPM ഒരിക്കലും പൂമാലയിട്ട് അൻവറിനെ പരവതാനി വിരിച്ച് സ്വീകരിക്കില്ല. ചിന്തിക്കേ വേണ്ട, അൻവർ കേട്ടില്ലവർ അടുപ്പിക്കില്ല. അപ്പോൾ അൻവറിനുള്ള അവസരം എന്ന് പറയുന്നത് ഷൗക്കത്ത് തോക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് നയിഞ്ഞു വരും അവസരത്തിൽ ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് UDF പാളയമാണ് അദ്ദേഹത്തിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം, അവിടേക്ക് കടന്നു പോകാൻ പറ്റും. അങ്ങനെ സ്വരാജ് ജയിക്കുകയാണെങ്കിൽ VD സതീശൻ ചെയ്തു വെച്ച പ്രവർത്തികൾ അവിടെ ചോദ്യം ചെയ്യപ്പെടും. ഇപ്പോൾ VD സതീശൻ്റെ നിലപാടുകൾ അവിടെ കൈയടിക്കുന്നുണ്ട്, വലിയ രീതിയിൽ കൈയടിക്കുന്നുണ്ട്. അതായത് അൻവർ എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു കടുത്ത നിലപാട് വിട്ടുവീഴ്ചയില്ലാതെ നിലപാടെടുത്തു. അൻവറിനെ തള്ളിപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ കൈയടിക്കുന്നുണ്ട്. പക്ഷേ ഇതേ ആൾക്കാർ തന്നെ അദ്ദേഹത്തെ കല്ലെറി. അദ്ദേഹത്തിൻ്റെ ഈ കാർക്കശ്യം, ഒരു തെരഞ്ഞെടുപ്പാവുമ്പോൾ അനുരഞ്ജനമാണ് ആവശ്യം, ബുദ്ധിയാണ് പ്രവർത്തിക്കേണ്ടത്, സന്ധിയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ആവശ്യം. ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മളിനി എത്ര ശത്രുവാണെങ്കിലും അയാളെ ചിരിച്ചു കാണിക്കണമെന്നാണ് രാഷ്ട്രീയം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ശത്രുവിൻ്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ശത്രുവിൻ്റെ മുഖത്ത് നോക്കി പോലും ചിരിക്കാൻ സാധിക്കണം. അതാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു നയം എന്ന് പറയുന്നത്. അവിടെയാണ് കാർക്കശ്യം പിടിച്ചൊരു നിലപാട്. CPM എടുത്താൽ അത് കുഴപ്പമില്ല, പക്ഷേ കോൺഗ്രസിൻ്റെ നേതാവ് അതെടുക്കാൻ പാടില്ലായിരുന്നു എന്ന രീതിയിൽ അവിടെ ചർച്ച വരും. ആ ചർച്ച ഒന്ന്. 2 തരൂരിനെ മാറ്റി നിർത്തി അത് VD സതീശൻ്റെ മേളിൽ മാത്രമായി വരും. അവിടെയാണ് തരൂരിന് പ്രസക്തി ഇനിയുള്ളത്. അതായത് കോൺഗ്രസിൻ്റെ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷൗക്കത്ത് അവിടെ തോക്കണം. ഷൗക്കത്ത് അവിടെ തോൽക്കുകയാണെങ്കിൽ മാത്രം തരൂരിന് ഇനി കോൺഗ്രസിൽ തുടരാം. ജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തായാലും സേഫ് ആയിട്ടുള്ളൊരു പാളയം അദ്ദേഹം നോക്കും. നിർണായകമായിട്ട് ഫേസിലേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം കടക്കും. തീർച്ചയായും അദ്ദേഹത്തിന് രാഷ്ട്രീയ പൊളിറ്റിക്കൽ താല്പര്യമുള്ള ആളാണ്. അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ താല്പര്യമുള്ള ആളായതുകൊണ്ടാണ് AICC-യുടെ നേതൃത്വത്തിലേക്ക് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായത്. രാഷ്ട്രീയ താല്പര്യമില്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമോ? അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനെ ഷൗക്കത്ത് തോൽക്കുകയാണെങ്കിൽ പിന്നീട് ഈ ലീഗ് പോലും പറയും തരൂരിനെ കൊണ്ടുവരൂ, UDF-നെ രക്ഷിക്കുമെന്ന് ലീഗ് വരെ പറയും ഇവിടെ. കാര്യം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു തോൽവി, ഇനി ഒരു അധികാരം കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് ലീഗിന് സഹിക്കാൻ പറ്റില്ല. കാര്യം ആ പാർട്ടി തന്നെ ശിഥിലമായി പോകും. അധികാരമില്ലാതെ ഇനി അധികം ഇപ്പം തന്നെ 10 കൊല്ലമായി, ഇനിയിപ്പോൾ അടുത്ത ഒരു 5 കൊല്ലം കൂടി പ്രതിപക്ഷത്തിരിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് അവർ പറയാൻ പോകുന്ന ആദ്യത്തെ മുദ്രാവാക്യം തരൂരിനെ കൊണ്ടുവരാനാണ്. നേതൃമാറ്റം അവർ ആവശ്യപ്പെടും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിന്ന് ഈ പറയുന്ന ഡേറ്റ് വെച്ച് പറയാണ്, നേതൃമാറ്റം എന്തായാലും അവർ ആവശ്യപ്പെടും. 2 ദിവസം കൂടി, ഇന്ന് 20-ാം തീയതിയല്ലേ, അവർ അത് ആവശ്യപ്പെടും. 23-ാം തീയതി കഴിയുമ്പോൾ തോക്കുകയാണെങ്കിൽ ഇത് ആവശ്യപ്പെടും. അതേസമയം ഷൗക്കത്ത് ജയിക്കുകയാണെങ്കിൽ ഈ തരൂരിൻ്റെ നേരെയുള്ള പോക്ക് BJP-യിലേക്കായിരിക്കും. അത് അധികം വൈകില്ല. അത് ഇങ്ങനെ എന്താ പറയുക, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ വീൽ അതിങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വീൽ ഇപ്പോൾ പോകുന്നത് ഒരു നടുക്കുള്ള ലൈൻ കൂടിയാണ്. റോഡിൻ്റെ നടുക്ക് വെക്കില്ലേ, വൈറ്റ് ലൈൻ, അതുപോലെ അതിൽ കൂടി ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇടത്തോട്ടും ചെരിയാം, വലത്തോട്ടും ചെരിയാം. ഇടത്തോട്ട് ചെരിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി പോവും, വലത്തോട്ട് ചെരിഞ്ഞാൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകും. ഇപ്പോൾ എന്തായാലും അദ്ദേഹം കോൺഗ്രസിൻ്റെ അകത്തുമല്ല പുറത്തുമല്ല, BJP-യുടെ അരികത്തുണ്ട് താനും. ഇതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥ. BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാൻ പോകുന്നൊരു ബമ്പറാണ് തരൂരെന്ന് പറയുന്നത്. അവർക്ക് കിട്ടാൻ പറ്റുന്ന നല്ലൊരു ബമ്പറാണ്. കാരണം തരൂരിനെ കേരളത്തിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും
ജനകീയമായിട്ടുള്ളൊരു മുഖമാണ്. അതെ, ജനകീയ മുഖമെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് പ്രയോജനമുണ്ടാകും. ദേശീയ തലത്തിൽ ചർച്ച ചെയ്യാൻ പറ്റും. കോൺഗ്രസിൽ ഇത്രയും പ്രാമുഖ്യമുള്ള ഒരു നേതാവിനെ പോലും അംഗീകരിക്കാത്ത കുടുംബവാഴ്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു നേതാവിന് പോലും അവിടെ നിന്ന് പോകാൻ പറ്റാത്ത കുടുംബവാഴ്ച കോൺഗ്രസിൽ ഉണ്ട് എന്ന് അവതരിപ്പിക്കാൻ ബി ജെ പി കൊണ്ട് സാധിക്കും. അവരുടെ മുദ്രാവാക്യം തന്നെ അതായിരിക്കും. ഇനിയുള്ള ഇവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോലും ഈ ചർച്ച അവർ ഉയർത്തിവിടും. ബി ജെ പി എന്തും എടുത്ത് ഉപയോഗിക്കും. ഉപയോഗിക്കാൻ അവർക്കറിയാം എന്ത് ആയുധം, കിട്ടുന്ന ആയുധങ്ങളെല്ലാം ശത്രുവിന് നേരെ തൊടുത്തുവിടാൻ ബി ജെ പിക്ക് നന്നായി അറിയാം. അവരത് ഉപയോഗിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഷൗക്കത്തിൻ്റെ വിജയവും തോൽവിയും അനുസരിച്ചിരിക്കും തരൂരിൻ്റെ ഒരു ഭാവി. ഏതായാലും 23-ാം തീയതി അതുപോലെ തന്നെ മറ്റൊരാളുടെ കൂടി കാര്യം പറഞ്ഞു പോകാം. പി വി അൻവറിൻ്റെ കാര്യവും അതുപോലെയാണ്. ഷൗക്കത്ത് ജയിച്ചാൽ പി വി അൻവർ എന്തായാലും നിലമ്പൂർ ബംഗാളിൽ പോയി ഏതെങ്കിലും ഇലക്ഷൻ അഭിമുഖീകരിക്കണം. തൃണമൂലാണല്ലോ, അവിടെ വലിയ മത്സരമാണെന്നേ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റ് കിട്ടിയില്ലെങ്കിൽ അവർ അപ്പം തന്നെ ചാടി ബി ജെ പി പോകും. അങ്ങനെ ഒരു പ്രശ്നം അവിടെ യൂസഫ് പത്താൻ അടക്കം പ്രചാരണത്തിന് വന്നിട്ടുണ്ട്. അതെ. ഏതായാലും അങ്ങനെ ഒരു പ്രശ്നം ഈ പിന്നെ ഇവിടെ ഷൗക്കത്ത് ജയിക്കുകയാണെങ്കിൽ ഇദ്ദേഹം എനിക്ക് തോന്നുന്നു പഴയ പോലെ ആഫ്രിക്കയിലേക്ക് പോകാൻ വേണ്ടി വരും. സ്വർണ്ണക്കനികൾ തേടി യാത്ര ചെയ്യേണ്ടി വരും അദ്ദേഹത്തിന്. അല്ലാതെ വേറെ മാർഗ്ഗം അദ്ദേഹത്തിൻ്റെ മുന്നിൽ കേരളത്തിൽ രാഷ്ട്രീയ ഭാവി അദ്ദേഹത്തിൻ്റെ അവസാനിച്ചു പോകും. അതാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. വി.ഡി. സതീശൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഏതായാലും തരൂർ ബി ജെ പിയിലേക്ക് പോകുമോ പോകത്തില്ലയോ എന്നുള്ളത് നമുക്കൊരു 23-ാം തീയതി ഒരു ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ചർച്ച ചെയ്യാം. തോക്കുകയാണെങ്കിൽ, ഷൗക്കത്ത് ജയിക്കുകയാണെങ്കിൽ അധികം വൈകാതെ കേരളത്തിൽ നിന്നും പുകച്ച് പുറത്തിയടിക്കും. കേരളത്തിൽ നിന്നും ഒരു വലിയ നേതാവ് ബി ജെ പിയിലേക്ക് വരാൻ ഇന്ന് വൈകിട്ട് എത്തുമെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ അവരുടെ ഒരു പ്രസ് റിലീസാണ് ആദ്യം വരാറുള്ളത്. തലേ ദിവസം വലിയൊരു നേതാവ് വരാൻ പോകുന്നു എന്നുള്ള ഒരു റിലീസ് ആദ്യമേ ബി ജെ പി ആസ്ഥാനത്ത് നിന്ന്, ദേശീയ ആസ്ഥാനത്ത് നിന്ന് വരാറുണ്ട്. പിറ്റേ ദിവസം രാവിലെ നേതാവ് എത്തുകയും ചെയ്യും കൃത്യമായിട്ട്. വരുന്ന നേതാവ് അനുനയമൊന്നും നടക്കില്ല. അതിനകത്ത് പിന്നെ അനുനയമൊന്നുമില്ല. അതെല്ലാം തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ ബി ജെ പി പ്രസ് റിലീസ് ഇറക്കാറുള്ളൂ. പത്രക്കുറിപ്പ് ഇറക്കുന്ന അങ്ങനെയാണ്. തലേ ദിവസം ഇറക്കും, പിറ്റേ ദിവസം ആളെത്തിയിരിക്കും. അതാണ് പരിപാടി. ശരി.